സ്വഹാബികൾ എന്ന് പറയുന്ന വിഭാഗം അവരാരാണ്? പണ്ഡിതന്മാർ അതിന് നൽകിയ നിർവചനം എന്താണ്? അത് നാം ആദ്യമായി മനസ്സിലാക്കേണ്ടതുണ്ട്. പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, സ്വഹാബി എന്ന് പറഞ്ഞാൽ മൻ ലഖിയ നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ മുഅ്മിനൻ ബിഹി വമാ തഅല ഈമാൻ വഇൻ തഖല്ലലത് റിദ്ദത്തുൻ ഫിൽ അസഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയുടെ ജീവിതകാലത്ത് നബിയെ കണ്ടുമുട്ടുകയും നബിയുമായി സഹവസിക്കുകയും അങ്ങനെ നബിയിൽ വിശ്വസിക്കുകയും ചെയ്ത ആളുകൾ അതോടൊപ്പം മുഅ്മിനായിക്കൊണ്ട് മരണപ്പെടുകയും ചെയ്യേണ്ടതുണ്ട്. അങ്ങനെയുള്ള ആളുകൾക്കാണ് സ്വഹാബി എന്ന നാമകരണം ചെയ്യുന്നത്. ഈ ഒരു നിർവചനം നാം പഠിക്കുന്നതോടുകൂടി ചില കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. അതുകൊണ്ട് നബിയുമായി സഹവസിക്കുക, നബിയെ കണ്ടുമുട്ടുക എന്നത് മാത്രമാണ് നിബന്ധന. ഈമാനോടുകൂടി നബിയെ കണ്ടുമുട്ടുകയും ഈമാനിലായി മരണപ്പെടുകയും ചെയ്യുക, ഇതാണ് സ്വഹാബിയാകാനുള്ള നിബന്ധന എന്ന് പറയുന്നത്. അതല്ലാതെ ദീർഘകാലം കുറേ കാലം നബിയെ കാണണമെന്നോ അതല്ലെങ്കിൽ നബിയുടെ കൂടെ യുദ്ധം ചെയ്യണമെന്നോ ഇതൊന്നും ഒരു വ്യക്തി സ്വഹാബിയാകാനുള്ള നിബന്ധനയായി നമുക്ക് പറയാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് നബിയെ ഒരു നിമിഷം കണ്ടു, ഒരു ദിവസം കണ്ടു, ഒരു മണിക്കൂർ കണ്ടു, എത്രയാണോ അവൻ കണ്ടത്, എത്ര കണ്ടാലും അവന് സുഹബത്ത് എന്ന പദവി ആ വ്യക്തിക്ക് ലഭിക്കുന്നതാണ്, അവനെ സ്വഹാബിയായി പരിഗണിക്കുന്നതാണ്. ഈ നിർവചനം നാം പഠിക്കുന്നതോടുകൂടി നമുക്ക് മനസ്സിലാകും, നബിയുമായി സഹവസിച്ചവർ, നബിയെ കണ്ടുമുട്ടിയവർ എന്ന് പറയുന്നതോടുകൂടി അന്ധരായ സ്വഹാബികളുണ്ട്. അവർ നബിയുമായി സഹവസിച്ചവരാണ്, നബിയെ നേരിട്ട് കണ്ടിട്ടില്ല, പക്ഷേ അവരും സ്വഹാബികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുന്നതാണ്. എന്നാൽ ഒരു വ്യക്തി അദ്ദേഹം നബിയെ കണ്ടുമുട്ടിയത് കാഫിറായിക്കൊണ്ടാണ്, നബിയിൽ വിശ്വസിച്ചിട്ടില്ല, പിന്നീട് അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക് മടങ്ങി അതിനുശേഷമാണ് നബിയിൽ വിശ്വസിച്ചതെങ്കിൽ അദ്ദേഹത്തെ സ്വഹാബിയായി പരിഗണിക്കുകയില്ല. കാരണം അദ്ദേഹം നബിയെ കണ്ടുമുട്ടിയത് മുഅ്മിനായിക്കൊണ്ടല്ല, മറിച്ച് നബിയിൽ വിശ്വസിക്കാത്ത അവസ്ഥയിലാണ് കണ്ടുമുട്ടിയത്. അതുപോലെ തന്നെ ഒരു വ്യക്തി അദ്ദേഹം നബിയെ കണ്ടു, പക്ഷെ നബിയുടെ മരണശേഷമാണ് നബിയിൽ വിശ്വസിച്ചത് എങ്കിൽ അങ്ങനെയുള്ള ആളുകളെയും സഹാബികളായി പരിഗണിക്കുകയില്ല. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടതിന് ശേഷം അവിടുന്ന് മറമാടുന്നതിന് മുൻപ് നബിയെ കണ്ട ആളുകളുണ്ട്. യമനിൽ നിന്നും മറ്റ് ദീർഘ നാടുകളിൽ നിന്നും നബിയെ കാണുന്നതിനായി, നബിയുടെ സ്വഹബത്ത് ലഭിക്കുന്നതിനായി ആളുകൾ വന്നുകൊണ്ടിരുന്നു. അങ്ങനെ ചില ആളുകൾ അവരൊക്കെ എത്തുന്നതിന് മുൻപായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മരണപ്പെട്ടിരുന്നു. അങ്ങനെ നബിയുടെ മയ്യത്താണ് അവർ കാണുന്നത്, നബിയുടെ ജീവനോടുകൂടി അവർ കണ്ടിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള ആളുകളും സഹാബികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല. അതുപോലെ തന്നെ മുഹമ്മദ് നബി ആകുന്നതിന് മുൻപ് നബിയെ കണ്ടുമുട്ടിയ ആളുകളുണ്ട്. ഉദാഹരണമായി വറഖത്ത് ബിൻ നൗഫൽ, അദ്ദേഹം നബി ആകുന്നതിന് മുൻപ് കണ്ടുമുട്ടിയ വ്യക്തിയാണ്. പക്ഷെ നബി ആയതിനു ശേഷം നബിയെ കണ്ടുമുട്ടിയിട്ടില്ല, നബിയുമായി സഹവസിച്ചിട്ടില്ല. അങ്ങനെയുള്ള വ്യക്തികളെയും സഹാബികളുടെ കൂട്ടത്തിൽ ഉൾപ്പെടുകയില്ല. അതുപോലെ തന്നെ ചെറിയ കുട്ടികൾ, പിഞ്ചുമക്കൾ, അന്ന് കാലത്തുണ്ടായിരുന്ന ഒരു ശീലമാണ്, മാതാപിതാക്കൾക്ക് വല്ല മക്കളും ലഭിച്ചാൽ അവർ നബിയുടെ അടുക്കലേക്ക് കൊണ്ടുവരും ചെറിയ മക്കളെ, നബിയുടെ പ്രാർത്ഥന ലഭിക്കാൻ വേണ്ടി, ആ ബറക്കത്ത് ലഭിക്കാൻ വേണ്ടി നബിയുടെ അരികിലേക്ക് കൊണ്ടുവരും. അങ്ങനെ ചെറുപ്രായത്തിൽ ബുദ്ധിയും വകതിരിവും എത്തുന്നതിന് മുൻപ് നബിയെ കണ്ടവർ അവരെയും സഹാബികളുടെ ഗണത്തിൽ ഉൾപ്പെടുത്തുകയില്ല. അപ്പൊ സഹാബി ആരാണ് സഹാബി എന്നുള്ള ആ നിർവചനം അത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. നബിയുടെ ജീവിതകാലത്ത് അള്ളാഹുവിലും റസൂലിലും വിശ്വസിക്കുകയും ആ നബിയെ കണ്ടുമുട്ടുകയും സഹവസിക്കുകയും അതോടുകൂടി ഈമാനോടുകൂടി മരണപ്പെടുകയും ചെയ്തവർക്കാണ് സഹാബികൾ എന്ന് പറയുക.